ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അപ്പുറത്തായിട്ടൊരു പട്ടി പ്രസവിച്ചെടുക്കണം. നമുക്ക് അതിനൊന്ന് കാണാൻ പോയാലോ? അപ്പോൾ നമുക്ക് കാണാൻ പോകണം. പട്ടി ഉണ്ടെങ്കിൽ നമ്മൾ പോവില്ല, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വടി എടുത്തേക്കുന്നത്. പട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ഓട്ടോടും, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പട്ടി നല്ല പാവം പട്ടിയാണ്, പക്ഷേ പ്രസവിച്ചിരിക്കണ കാരണമുണ്ട് കുറച്ച് പേടിയുണ്ട്, അതാണ് പ്രശ്നം. ഞങ്ങൾ ഫുഡൊക്കെ കൊടുക്കാറുള്ളതാണ് പട്ടിക്ക്. നോക്കട്ടെ കേട്ടോ, പട്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകത്തില്ല. ഇതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചാടി കിടന്നതിന് ശേഷമാണ് നമുക്ക് പോകാം. പട്ടി ഉണ്ടാവുമോ? സമയത്ത് മഴ പെയ്യാനൊക്കെ ആയിട്ടുണ്ട്. പട്ടി ഉണ്ടോ? പട്ടിയുണ്ട് ഗൈസ്. പട്ടി നമ്മളെ നോക്കിയിരിക്കുകയാണ്. ഒന്ന് ഇത് കാണിച്ചു തരാം. പട്ടീനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്. ഒരു മിനിറ്റ്. ഗൈസ്, പട്ടി ഞങ്ങൾ കണ്ടപ്പോഴേക്ക് പോയി. നമ്മളൊന്ന് ഷൂ കാണിച്ചുള്ളൂ, അപ്പോഴേക്കും പട്ടി പോയി. പട്ടി അവിടെ ഉണ്ടാവുമോയെന്ന് നമുക്ക് അറിയാൻ പാടില്ല. എടാ, നീ അങ്ങോട്ട് പോകണ്ട, പട്ടി വരുവേ. അപ്പോൾ നമുക്ക് പട്ടിക്കുഞ്ഞുങ്ങളെ കണ്ടാലോ? അപ്പോൾ ചെറിയ പട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്. അയ്യോ പാവങ്ങൾ ഇങ്ങോട്ട് കാട്ടിലേക്ക് വരേക്കാ. എന്നിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കുഞ്ഞു പട്ടികൾ. 6 പട്ടികളാണ് ഒരമ്മയ്ക്ക്. കണ്ടോ, ഇതിനെ കാണാനാണ് നല്ല ഭംഗിയുള്ളത്. ഈ 2 കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ. കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ തുറന്നിട്ടുള്ളൂ, തുറന്നിട്ടില്ല അത്രയ്ക്ക്. പട്ടിക്കുഞ്ഞുങ്ങൾ പാവത്തിൻ്റെ നീറ് അടിക്കുന്നെന്ന് തോന്നുന്നു. കുഞ്ഞു സ്ഥലമല്ലേ. അവിടെ ഇരുന്ന് കിടന്നേണം, പക്ഷെ അവിടെ മഴ പെയ്യുന്ന പറഞ്ഞുകൊണ്ട് അതിൻ്റെ അമ്മ ഇങ്ങോട്ട് നനച്ച് കിടത്തിയതാണ്. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കിടന്ന് ഉറങ്ങാണേ. അമ്മയുടെ പാലൊക്കെ കുടിച്ച് സുഖമായിട്ട് ഉറങ്ങാണ്. പട്ടി വന്നേക്കാളും മുമ്പ് നമുക്ക് പെട്ടെന്ന് പോവാം. പട്ടി ഇപ്പോൾ വരും, നമുക്ക് പെട്ടെന്ന് പോവേ. നമ്മൾ ഒറ്റ ഓട്ടോളാണ്. ഈ പട്ടി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പട്ടി ഓടിക്കുമ്പോൾ തന്നെ പോയിക്കോളും. എന്നാലും ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പട്ടീനെ 6 കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? പെട്ടെന്നായിരുന്നു. ഇത്രയുള്ള നമ്മുടെ ചെറിയ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് പട്ടിക്കുഞ്ഞ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ.